മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് സ്ഥാനം രാജിവെച്ചു. പാർട്ടിക്കുള്ളിൽ അവഗണനയെന്നാരോപിച്ചാണ് CPM പ്രതിനിധിയായ ഷാജുവിന്റെ രാജി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി. നടപടി TCV വാർത്തയെ തുടർന്ന്. 5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. അസം സ്വദേശി ജമാൽ ഹുസൈനാണ് പ്രതി. കൊലയ്ക്ക് കാരണം കുടുംബവഴക്ക്. പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ LDF അംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് റോഡുകൾ പൊളിച്ചത്. വിരമിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത കാലയളവിലെ ശമ്പളം പോലും ലഭിച്ചില്ല. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സമരത്തിനൊരുങ്ങി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് സ്ഥാനം രാജിവെച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ കരുവന്തല ഡിവിഷനിലെ മെമ്പറായിരുന്നു ഷാജു അമ്പലത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷിനാണ് രാജി സമർപ്പിച്ചത്. ഇടതുമുന്നണി ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ CPM പ്രതിനിധിയായി ജയിച്ചു വന്നതെങ്കിലും ഭരണസമിതിയിലും പ്രവർത്തനങ്ങളിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ചാണ് രാജി. കരുവന്തല ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയുടെ സഹകരണം ലഭിക്കുന്നില്ലെന്നും CPM പാർട്ടി അനുഭാവിയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പദ്ധതി തന്നിട്ടില്ല. എൻ്റെ ബ്ലോക്ക് ഡിവിഷനിൽ ഒരു പദ്ധതി തന്നു കഴിഞ്ഞാൽ ആ പദ്ധതി വെച്ചുകൊണ്ട് അടുത്തൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥിനെ കൊണ്ടുപോയിട്ട് എനിക്ക് പരിചയപ്പെടുത്താം. ഇത് ബ്ലോക്കിൽ നിന്ന് ചെയ്ത ഫണ്ടിൻ്റെ വികസനമാണ്. തുടർന്നും വികസനം നമുക്ക് കിട്ടും, നമ്മളെ പുതിയ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. എൻ്റെ ബ്ലോക്കിലെ എൻ്റെ ഡിവിഷനിലെ ചില ഗ്രാമസഭകളിൽ ചെല്ലുമ്പോൾ എന്നെ ജയിപ്പിച്ച എൻ്റെ ആൾക്കാർ പോലും ചോദിച്ചു തുടങ്ങി, താങ്കൾ എന്തിനാണ് പോയത് ബ്ലോക്കിലോട്ട്? 2015 തൊട്ട് 20 വരെ വെങ്ങടക പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കാൻ പറ്റിയ വാർഡ് 14-ാം വാർഡായിരിക്കും. എന്ന് വെച്ചാൽ കരയുന്ന കുട്ടിക്ക് പാലുള്ളത് പറഞ്ഞ പോലെ ഞാൻ പരമാവധി ചോദിച്ച് മേടിച്ച് എൻ്റെ വാർഡിലൊരു മെമ്പർക്ക് ചെയ്യാൻ പറ്റിയ വികസനമൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഗുണമാണ് 2020 വമ്പിച്ച ഭൂരിപക്ഷത്തിന് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ നിന്ന് ഞാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ജയിച്ചു വന്നത്. പക്ഷേ ഞാനിവിടെ വെറും ഫോൾട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാഴ്വസ്തു പോലെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എൻ്റെ നേതാക്കന്മാരോട് ഞാൻ എൻ്റെ പരാതി ഉന്നയിച്ചു. അവിടുന്ന് വ്യക്തമായൊരു നീതി എനിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പായി. അതിന്റെ ഭാഗമാണ് ഞാൻ രാജിവെക്കുന്നത്. ഷാജു അമ്പലത്തിന്റെ രാജിയുടെ ഭരണസമിതിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് മറനീക്കി പുറത്തുവരുന്നത്. പാർട്ടി നേതാക്കൾ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും ഷാജു അമ്പലത്ത് രാജിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അംഗത്തിന്റെ രാജി പാർട്ടിയിൽ ചർച്ചാ വിഷയമാകും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ UDF കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർത്തിവന്നിരുന്ന പ്രധാന വിഷയങ്ങൾ മുൻനിർത്തിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെച്ചിട്ടുള്ളത്. ഇടതുമുന്നണി ഭരിക്കുന്ന മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ CPM അംഗങ്ങളെ പോലും തൃപ്തിപ്പെടുത്താനാവാത്ത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ ആവശ്യപ്പെട്ടു. ഈ അധികാരം ഏറ്റെടുത്ത കാലം മുതൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വരുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിയത് ഇവിടുത്തെ ഏകാധിപത്യ പ്രവണതയും അവഗണനയും വാർഡുകളിൽ വേണ്ട രീതിയിൽ വർക്കുകൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നൽകാത്തതുമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തിയ സംഗതി. ഇത് കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പല വാർഡുകളിലും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനെ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയതും പലരെയും അവഗണിക്കുന്നതുമൊക്കെയാണ് ഇതിന്റെ മുഖമുദ്രയായി വന്നിട്ടുള്ളത്. കൂടിയാലോചനകൾ ഇല്ലാതെ ഏകാധിപത്യപരമായി തീരുമാനമെടുക്കുന്നതും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് പഞ്ചായത്തുകൾക്ക് തന്നിഷ്ടപ്രകാരം കൈമാറുന്നതും നീതീകരിക്കാനാവുന്നതല്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് രാജിവെച്ചതിൽ വിശദീകരണവുമായി CPM നേതൃത്വം രംഗത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിവെച്ച വിഷയത്തിൽ സംഘടനാപരമായി ഒരു വിഷയവും ഇല്ലെന്നും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് രാജിക്ക് പിന്നിലെന്നും CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ വ്യക്തമാക്കി. മികച്ച ജനപ്രതിനിധിയായിരുന്നു ഷാജു അമ്പലത്ത്. അംഗത്വം രാജിവെച്ച നടപടി ദൌർഭാഗ്യകരമായെന്നും രമേശൻ പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് രാജിവെച്ച വിഷയം സംഘടനാപരമായ ഒരു പ്രശ്നങ്ങളുമില്ല. വ്യക്തിപരമായ എന്തെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മോശമായി പോയി, ദൗർഭാഗ്യകരമായി എന്നാണ് പാർട്ടിക്ക് അതിനെ സംബന്ധിച്ച് വിലയിരുത്താനുള്ളത്. അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയാണ്.
കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി LDF-ൽ തർക്കം. പ്രസിഡന്റ് സ്ഥാനം ആദ്യ 4 വർഷം CPM-ഉം തുടർന്ന് 1 വർഷം CPI-യും പങ്കിടാമെന്ന് LDF-ൽ തീരുമാനമുള്ളതാണെന്നും എന്നാൽ ധാരണ പാലിക്കാൻ CPM തയ്യാറാകുന്നില്ലെന്നും വിമർശിച്ച് CPI രംഗത്തെത്തി. CPM നിലപാടിനെതിരെ കാട്ടൂരിൽ LDF-ൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതായും അധികാരമോഹികളായ CPM നേതാക്കളുമൊത്ത് പ്രവർത്തിക്കാൻ CPI പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും CPI ലോക്കൽ കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 14-അംഗ ഭരണസമിതിയിൽ CPM-ന് 7-ഉം CPI-ക്ക് 2-ഉം UDF-ന് 4-ഉം BJP-ക്ക് 1 അംഗവുമാണുള്ളത്. CPM-ലെ ഷീജ പവിത്രൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതോടെ CPM-ലെ തന്നെ TV ലതയാണ് പ്രസിഡന്റായി ചുമതലയേറ്റത്. ധാരണപ്രകാരം കഴിഞ്ഞ വർഷം അവസാനത്തോടെ CPM പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടതായിരുന്നു. എന്നാൽ CPI നിലപാട് വാസ്തവ വിരുദ്ധമാണെന്ന് CPM പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 2 വർഷം CPM-ഉം തുടർന്ന് 1 വർഷം CPI-യും ബാക്കി 2 വർഷം വീണ്ടും CPM-ഉം എന്ന ധാരണയാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യ 2 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥാനം ഏറ്റെടുക്കാൻ CPI തയ്യാറായില്ലെന്ന് CPM ആരോപിച്ചു. ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നതാണെന്നും CPM കാട്ടൂർ പ്രാദേശിക വിഭാഗം അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ഒരാഴ്ചയോളമായി പാർക്കിംഗ് കേന്ദ്രത്തിന് പുറത്തെ ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യം ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയിരുന്നു. വാർഡ് കൌൺസിലറും ഭക്തരും നിരന്തരം പരാതി നൽകിയിട്ടും ദേവസ്വം നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് TCV വാർത്ത നൽകിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാലിന്യം വൃത്തിയാക്കുകയായിരുന്നു. ശുചിമുറിക്ക് സമീപം വലിയ കുഴിയെടുത്ത് മാലിന്യം ഒഴുക്കിവിടുകയായിരുന്നു. 5 വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുഞ്ഞിന്റെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ആസാം സ്വദേശിയായ യുവാവ് കുറ്റക്കാരനെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. ആസാം സ്വദേശി ജമാൽ ഹുസൈനാണ് പ്രതി. 2023 മാർച്ചിൽ മുപ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് സംഭവം. 5 വയസ്സുള്ള നജ്റുൽ ഇസ്ലാം എന്ന കുട്ടിയെയാണ് കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂണിനെയും ഇയാൾ ആക്രമിച്ചു. നാട്ടിലെ സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. അമ്മയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സമയത്താണ് ഇയാൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ ഹാജരായി. ശിക്ഷാ കോടതി വെള്ളിയാഴ്ച പ്രസ്താവിക്കും. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ LDF അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് പരിധിയിലെ റോഡുകളെല്ലാം പൊളിച്ചിട്ടതുമൂലം കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് അംഗങ്ങൾ ആരോപിച്ചു. എത്രയും വേഗം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന അംഗങ്ങൾ പിന്നീട് പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്ത് അംഗം CP സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗങ്ങളായ സുമ ഷാജു, അനൂപ് മാത്യു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമാദാസൻ എന്നിവർ സംസാരിച്ചു. വിരമിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത കാലയളവിലെ ശമ്പളം പോലും ലഭിച്ചില്ലെന്നാരോപിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക രമണി. 2007 സ്കൂളിൽ നിലവിലുണ്ടായിരുന്ന ഒരു അധ്യാപിക +2 പ്രമോട്ട് ചെയ്ത ഒഴിവിലാണ് കണിമംഗലം സ്വദേശിയായ രമണിയെ സ്കൂൾ മാനേജർ കൂടിയായ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മലയാളം അധ്യാപികയായി നിയമിച്ചത്. 5 വർഷത്തിലധികം ജോലി ചെയ്തെങ്കിലും 1 രൂപ പോലും ശമ്പളമായി ലഭിച്ചില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തസ്തികയില്ലാതെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനം നടത്തിയതെന്ന് കണ്ടെത്തി. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണെന്ന് കോടതിയും വ്യക്തമാക്കി. എന്നാൽ വിരമിച്ച് വർഷങ്ങളായിട്ടും ഇതുവരെയും ജോലി ചെയ്ത് ലഭിക്കേണ്ട 22 ലക്ഷത്തോളം രൂപ നൽകിയിട്ടില്ല. മറ്റൊരു സ്കൂളിലെ ജോലി ഉപേക്ഷിച്ചാണ് രമണി ശ്രീകൃഷ്ണ സ്കൂളിലെത്തിയത്. നിലവിൽ അസുഖബാധിതരായ രമണിയും ഭർത്താവും വരുമാനമില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ അവസരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ഈ മുൻ അധ്യാപിക. മരണം വരെ താനും ഭർത്താവും ദേവസ്വം ഓഫീസിന് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് രമണി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭർത്താവ് രാജൻ ഐനിക്കുന്നൻ, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ. അളകപ്പനഗർ NTC മില്ലിന് പുറകിലെ ആൾതാമസമില്ലാതെ തകർന്നു കിടക്കുന്ന ടെക്സ്റ്റൈൽ ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ പുതുക്കാട് പോലീസ് പിടികൂടി. ആമ്പലൂർ സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ വികാസ്, വേണ്ടൂർ സ്വദേശി മാടമ്പി വീട്ടിൽ അനക്സ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം ഹാഷിഷ് ഓയിൽ പോലീസ് പിടികൂടി. കാടുമൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പോലീസിനെ കണ്ട പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പുതുക്കാട് SHO B സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്ക് ലഹരി വസ്തുക്കൾ നൽകിയവരെയും സംഘാംഗങ്ങളെയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു.
പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിൽ വാക്ക് തർക്കത്തെ തുടർന്ന് വടിവാൾ ഉപയോഗിച്ച് യുവാക്കൾ പരസ്പരം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പീച്ചി സ്വദേശികളായ രാഹുൽ, പ്രിൻസ്, മാരാക്കൽ സ്വദേശി പ്രജോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്ക് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് സമീപത്തായി നടന്ന വാക്ക് തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് കടയിൽ നിന്ന് മിഠായി വാങ്ങി കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സെന്റ് ആൻസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് മിഠായി കഴിച്ചതിനെ തുടർന്ന് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. മിഠായി കഴിച്ച് അല്പസമയം കഴിഞ്ഞതോടെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. മിഠായിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി കാക്കനാട്ടുള്ള ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. മിഠായി വിൽപ്പന നടത്തിയ സ്ഥാപനത്തിന്റെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് കാലാവധി കഴിഞ്ഞതായി പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. CPI ഒരുമനിയൂർ ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് നേരെ കല്ലേറ്. ഒരുമനിയൂർ മുത്തമ്മാവ് കിഴക്ക് വടക്കേ പുരയ്ക്കൽ ചന്ദ്രന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കല്ലേറുണ്ടായത്. അടുക്കള ഭാഗത്തെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ചന്ദ്രനും ഭാര്യ സതിയുമാണ് വീട്ടിൽ താമസം. വീട്ടിലെ CCTVയിൽ ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. നേരത്തെ 2 തവണ സമാനമായ രീതിയിൽ ഇവിടെ കല്ലേറുണ്ടായിട്ടുണ്ട്. 12 മണിക്കുള്ളിൽ എൻ്റെ വീടിൻ്റെ ആക്രമിക്കാൻ വന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ് ആക്രമണങ്ങൾ നടത്തിയത്. ആരൊക്കെയൊന്നും ഒരു പിടുത്തമല്ല. രാത്രി 12 മണി ഏകദേശം ആയിട്ടുണ്ട്. ഇതിനു മുന്നേ സമാനമായ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു 1 വർഷം മുന്നേ. അന്നും ഫ്രണ്ടിലെ ജനലൊക്കെ പൊട്ടി പരാതി കൊടുത്തു. പരാതിയിൽ ആളെ കിട്ടാത്ത കാരണം അതങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഞാൻ ഒരു 10 ദിവസമായിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് 6-ാം തീയതി രാത്രി 2 മണിക്ക് ശേഷം ഇതേവരെ ആക്രമണം ഉണ്ടായി. CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്പർദ്ധ വളർത്തുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്ന സംഭവത്തിൽ കേസെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള യുവാവിന്റെ പ്രവൃത്തി വീഡിയോയിൽ കണ്ടെത്തിയതോടെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വീഡിയോ എടുക്കുന്ന സമയം ഇയാൾക്ക് മാനസിക വൈകല്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ ഷെയർ ചെയ്യരുതെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. കൊടുങ്ങല്ലൂരിലെ BP തുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം. പണവും വിൽപ്പനാ സാധനങ്ങളും കവർന്നു. ദേശീയപാതയോരത്ത് പൊട്ടുവെള്ളരി, ഉണക്കമീൻ തുടങ്ങിയവ വിൽക്കുന്ന അറപ്പാട്ട് വിജയൻ, പഴമ്പിള്ളിശ്ശേരി സുമ, തറയിൽ ഷാജി എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. പെട്ടിക്കടകൾ കുത്തിത്തുറന്ന് പണം കവർന്ന മോഷ്ടാക്കൾ ഉണക്കമീനും പൊട്ടുവെള്ളരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളും മോഷ്ടിച്ചിട്ടുണ്ട്. രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്ഥാപന ഉടമകൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വഴിയോര കച്ചവടക്കാരായിട്ടുള്ള 3 പേരുടെ കടകൾ തല്ലിപ്പൊളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പൈസയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി 3 കടകളുണ്ട്. ഇവരെ 3 കടകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ ഈ കടകളൊക്കെ തല്ലിപ്പൊളിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ മുമ്പൊക്കെ പല പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ അത് ഒറ്റപ്പെട്ടൊക്കെ എൻ്റെ പേരിൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇവർ NHന്റെ ഈ നമ്മളെ വർക്ക് വന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. ഇവിടെ നിന്ന് പൊളിച്ച് അവിടെ വെച്ച്, അവിടെ നിന്ന് പൊളിച്ച് ഇവിടെ നിന്ന് വെച്ച് ഒന്നും കിട്ടിയിട്ടല്ല അവരിയ്ക്കണം. പാവങ്ങളാണ്. അപ്പോൾ ഇത് നിത്യസംഭവമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു കടയിലായാലും അവരൊന്നും നിർബന്ധമായിട്ട് അതിന് പോയില്ല. റോഡിൽ കൂട്ടിയിട്ട മെറ്റലിൽ ബൈക്ക് കയറിയപ്പോൾ തെന്നിമറിഞ്ഞുണ്ടായ അപകടത്തിൽ കേബിൾ TV ടെക്നീഷ്യന് പരിക്ക്. മേക്കാട് ഏജന്റ് പുത്തൻ വീട്ടിൽ രമേശിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ രമേശ് ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം. മാള പഞ്ചായത്തിന്റെ വടമ പതിയാരി റോഡിൽ LP സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. രാവിലെ രമേശ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ റോഡിൽ മെറ്റൽ കൂനയില്ലായിരുന്നു. രാത്രി തിരിച്ചെത്തുന്നതിനിടയിലാണ് മെറ്റൽ ഇറക്കിയിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ രമേശിന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെറ്റൽ കൂട്ടിയിട്ടത് അധികൃതരുടെ അനാസ്ഥയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് രമേശ് മാള പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. അതും 90-95% റോഡിൽ തന്നെ ഒരു സൈക്കിൾ പാട് പോകാനുള്ള വഴിയുള്ളൂ. പക്ഷേ അവിടെ സീറ്റ് ലൈറ്റും ഒന്നും കത്തണമെന്നില്ല. എൻ്റെ വണ്ടിയുടെ ലൈറ്റിലും നമുക്ക് മെറ്റൽ കാണാൻ പറ്റില്ലല്ലോ. അതിൽ അവിടെ ജസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ബ്രേക്ക് ചവിട്ടി ആ മെറ്റലിൽ കണ്ട് സ്കിഡ് ചെയ്തിട്ട് വണ്ടി വീണു. ഈ വണ്ടി എൻ്റെ ഒരു കാൽമയ്ക്കും തേട്ട് വീണായിരുന്നു. ഇപ്പോൾ ഈ കൈയിൻ്റെ ഷോൾഡർ തിരിഞ്ഞു. ഇതിൻ്റെ മറ്റേ ചെറ്റയുടെ അവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ഇടാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിറച്ച് മെറ്റലായിരുന്നു. മെറ്റലിൻ്റെ പൊടികളായിരുന്നു.
കൂത്താട്ടുകുളത്ത് കാട്ടുപന്നിയിടിച്ച് കാർ മറിഞ്ഞ് വരവൂർ സ്വദേശികൾക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മോഹനൻ, സുധീഷ്, സന്തോഷ് കുമാർ, നവീൻ, സ്മിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടാട്ട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയും LDF BJP കൂട്ടുകെട്ട് ഭരണത്തിനെതിരെ എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത്. വിചാരണ സദസ്സ് മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് BG ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് BO ചുമാർ, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വിചാരണ സദസ്സാണ്. വിചാരണ ഏകപക്ഷീയമല്ല. ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ മേലി ഓബന്റെയും കുടുംബത്തിന്റെയും 12 ദിവസത്തെ കേരള സന്ദർശന പരിപാടികൾ അവസാനിച്ചു. കണ്ണൻകുഴിയിലെ സംറോഹ റിസോർട്ടിൽ തങ്ങിയിരുന്ന വിക്ടർ ഓവൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ റിസോർട്ടിന് സമീപത്ത് നിന്ന് വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുകയായിരുന്നു. കബാലി അടക്കമുള്ള ആനകളുടെ ശല്യം കണക്കിലെടുത്ത് മലക്കപ്പറയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹവും വിക്ടർ ഓവൻ വേണ്ടെന്ന് വെച്ചു. കുന്നംകുളത്ത് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ചൂണ്ടലിലെ യൂണിവേഴ്സൽ വർക്ക്ഷോപ്പിൽ ബുധനാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. വെൽഡിംഗിനിടെ സമീപത്തെ ഗ്യാസ് കുറ്റിയിലേക്ക് തീ പടരുകയായിരുന്നുവെന്ന് പറയുന്നു. തീ ആളിപ്പടർന്നതോടെ ജീവനക്കാർ ചേർന്ന് തീ അണയ്ക്കാൻ നടത്തിയ ശ്രമം വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ അണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലൈജു, രഞ്ജിത്ത്, ശ്യാം, ജിഷ്ണു, പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത്. ഇരിങ്ങാലക്കുട കാട്ടൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയയാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി സ്വദേശി കണ്ണംപറമ്പിൽ വീട്ടിൽ സതീന്ദ്രനെയാണ് കാട്ടൂർ സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ് അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡരികിൽ ഉണക്കമീൻ കച്ചവടത്തിന്റെ മറവിൽ സ്കൂൾ കുട്ടികളടക്കമുള്ളവർക്ക് പ്രതി വൻതോതിൽ ഹാൻഡ്സ് വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാളിൽ നിന്ന് 100ഓളം പാക്കറ്റ് ഹാൻഡ്സ് പോലീസ് പിടിച്ചെടുത്തു. ഇയാൾ സമാന കുറ്റത്തിന് മുൻപും പലതവണ അറസ്റ്റിലായിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ ആരുമില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AP മുഹമ്മദ് അലിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം കൊരട്ടിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. PV അൻവറിനെ പാർട്ടിയിൽ ചേർക്കണോ എന്ന കാര്യം നേതൃത്വം പിന്നീട് തീരുമാനിക്കുമെന്നും പിണറായി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ് ലക്ഷ്യമെന്ന് മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. AP മെമ്മോറിയൽ ജനസേവ പുരസ്കാരം അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിക്ക് സമർപ്പിച്ചു. PCC അംഗം ജോസഫ് ചാലിശ്ശേരി, KPCC ജനറൽ സെക്രട്ടറി KC ബാബു, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് താഴെ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞില്ല. ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികളാണ് പാലത്തിന്റെ കോൺക്രീറ്റ് പില്ലറിന് താഴെ 35 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടത്. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ പരിസരത്ത് കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. വലതുകൈയിൽ സൈൻ ടു ഗോഡ് എന്ന പച്ചകുത്തി സ്റ്റീൽ വള ധരിച്ചിട്ടുണ്ട്. കാട്ടൂരിൽ SFI പ്രവർത്തകർ ബസ് തടഞ്ഞു. തൃശൂർ റൂട്ടിൽ പോകുന്ന പ്രണവം ബസ് വിദ്യാർത്ഥികൾ കയറുന്നതിന് മുൻപ് എടുക്കുന്നുവെന്നാരോപിച്ചാണ് തടഞ്ഞത്. ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് SFI പ്രവർത്തകർ പറഞ്ഞു. SFI ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി നവ്യ കൃഷ്ണ, പ്രസിഡന്റ് സജിൻ, കാട്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു, പ്രസിഡന്റ് അനുശ്രുതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പാട് സെൻട്രൽ നിർമ്മാണം പൂർത്തിയാകുന്ന കൾവർട്ട് സ്ലാബിന് മുകളിലുള്ള BSNL കേബിൾ അപകട ഭീഷണി ഉയർത്തുന്നു. വളവിലുള്ള പാലത്തിന് മുകളിൽ കിടക്കുന്ന കേബിൾ പൈപ്പിൽ കയറി ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണ് അപകടമുണ്ടാകുമെന്നാണ് ആശങ്ക. പ്രദേശവാസികൾ ഇക്കാര്യം പൊതുമരാമത്തിലും BSNL അധികൃതരെയും അറിയിച്ചുവെങ്കിലും കേബിൾ നീക്കം ചെയ്യുവാനോ മാറ്റിസ്ഥാപിക്കുവാനോ തയ്യാറായിട്ടില്ല. മണലൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സമരത്തിനൊരുങ്ങി LDF.
പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിയും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്നാരോപിച്ചാണ് സമരം. ഈ മാസം 24-ാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന്റെ മറവിൽ സാമ്പത്തിക ധൂർത്ത് നടത്തിയെന്നും പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്നും LDF പ്രതിനിധികൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPM ലോക്കൽ സെക്രട്ടറി KB ഡേവിസ്, CPI നേതാവ് MR മോഹനൻ, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് TD ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് ആലോചിക്കുമെന്നും അങ്ങനെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ പഞ്ചായത്തിനകത്ത് ഒരു വർക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വർക്ക് നടത്താൻ പറ്റൂ എന്നുള്ള നിലപാടിലാണ് പഞ്ചായത്ത് സെക്രട്ടറി അന്ന് എടുത്തത്. ആ രൂപത്തിലാണ് ഞങ്ങളെ അറിയിച്ചത്. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച 5ാമത് തൃശൂർ ജില്ലാ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് സമാപനമായി. ചാമ്പ്യൻഷിപ്പിൽ 1451 പോയിന്റ് നേടി പൊങ്ങണങ്ങാട് സെന്റ് എലിസബത്ത് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 684 പോയിന്റ് നേടി പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും 609 പോയിന്റോടെ ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ കോച്ച് PC ആന്റണി നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, സംസ്ഥാന അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ, സെന്റ് പോൾസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സീലിയ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസമായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 4 മുതൽ 12 വയസ്സ് വരെയുള്ള 1200ഓളം കുട്ടികൾ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. മകരവിളക്ക് കണ്ട് മടങ്ങുന്ന അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് ദർശനത്തിനെത്തിയത്. ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നതിനാൽ ഇടവിട്ട് ക്ഷേത്രനട അടച്ചിട്ടതോടെ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായി. പ്രദേശത്തെ സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാൻ ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സർക്കാരും ചാവക്കാട് നഗരസഭയും അവഗണിക്കുകയാണെന്നാരോപിച്ച് UDF ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാവക്കാട് മുനിസിപ്പൽ കോർണറിൽ നടത്തിയ ധർണ KPCC മുൻ അംഗം CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, തോമസ് ചിറമേൽ, ഫൈസൽ കാനാമ്പുള്ളി, ഇർഷാദ് K ചേറ്റുവ, KH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നടന്നുവരുന്ന ഓവർലേ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി KK രാമചന്ദ്രൻ MLA വിലയിരുത്തി. 1,20,00,000 രൂപ ചെലവിലാണ് ഈ റോഡിൽ ഓവർലേ പ്രവൃത്തികൾ നടന്നുവരുന്നത്. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി BB, സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സനല ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മച്ചാട് മാമാങ്കത്തിന്റെ ഭാഗമായി പുന്നമ്പറമ്പ് വിഭാഗത്തിന്റെ ദേശപ്പാന തിരുവാണിക്കാവിൽ സജ്ജമാക്കിയ പാനപ്പന്തലിൽ ആഘോഷിച്ചു. ചക്കിങ്ങൽ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പാനച്ചടങ്ങുകൾ നടന്നു. പുന്നമ്പറമ്പ് വിഭാഗം പുതിയതായി പണികഴിച്ച പാനക്കാലുകളും പാനക്കുച്ചികളും തിരുവാണിക്കാവ് നടക്കൽ സമർപ്പിച്ചു. പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. പുന്നമ്പറമ്പ് വിഭാഗം പ്രസിഡന്റ് അശ്വിനി കണ്ണൻ, സെക്രട്ടറി ജയൻ, ട്രഷറർ നന്ദകുമാർ, ജനറൽ കൺവീനർ MS ജയൻ, അരീക്കര ഇല്ലം കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘ അംഗത്വ വിതരണ ക്യാമ്പയിൻ ആരംഭിച്ചു. പോർക്കുളം പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസ് യൂണിറ്റിലെ K തങ്കമണിക്ക് മെമ്പർഷിപ്പ് നൽകി AC മൊയ്തീൻ MLA ജില്ലാതല അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മരുന്നിനും നിത്യച്ചെലവുകൾക്കുമായി സ്വയം കുട നിർമ്മിച്ച് വിറ്റ് പണം കണ്ടെത്തിയിരുന്ന അന്തിക്കാടുള്ള പാലിയേറ്റീവ് രോഗികൾ പ്രതിസന്ധിയിൽ. ഇവരുണ്ടാക്കുന്ന കുടകൾക്ക് ആവശ്യക്കാർ കുറവായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. സെറിബ്രൽ പാൾസി ബാധിതനാണ് ചെമ്മാപ്പള്ളി സ്വദേശി ശ്രീവിനേഷ്. ജന്മന അസുഖബാധിതനായ മകന്റെ ചികിത്സയ്ക്കും മറ്റും പണം കണ്ടെത്താനാണ് അമ്മ ഷീബ കുട നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ നിർമ്മിക്കുന്ന കുടകൾ വിറ്റഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എൻ്റെ മോന് സെറിബ്രൽ പാൾസിയുള്ള കുട്ടീന് ബെഡ് റൈഡറാണ്. ഞങ്ങളിങ്ങനെ ഒരു കുടയുടെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വരുമാനം കിട്ടാൻ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ കുട്ടികളുണ്ട്. അപ്പം എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഇങ്ങനെ വിപണിയിലൊരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പം അതിനുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടും. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന അന്തിക്കാട് സ്വദേശി വത്സനും കുട നിർമ്മാണത്തിൽ സജീവമാണ്. ദിവസം 6 കുടകൾ വരെ നിർമ്മിക്കും. പക്ഷേ കുടകൾക്ക് വിപണിയിൽ ആവശ്യക്കാരില്ല എന്നതാണ് ഇവരുടെയും സങ്കടം.
ഭാര്യ പപ്പടം ഉണ്ടാക്കി വിൽക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 1 വർഷമായി കിടപ്പിലായ ചാഴൂർ സ്വദേശി 82-കാരി നബീസയ്ക്ക് വേണ്ടി കുടകൾ നിർമ്മിക്കുന്നത് മകളാണ്. അന്തിക്കാട് സ്വദേശി ബിജുവും ദിവസം 3 കുട വരെ നിർമ്മിക്കുന്നുണ്ട്. പുത്തൻപീടികയിലെ കാരുണ്യ പാലിയേറ്റീവ് സംഘടന വഴിയാണ് ഇവർ കുട നിർമ്മാണം പരിശീലിച്ചത്. കുട വിറ്റുപോയാൽ ഒരു കുടയ്ക്ക് 100 രൂപയെങ്കിലും മിച്ചം കിട്ടും. കിടപ്പ് രോഗികളുടെ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. മെയിനായിട്ട് ഇപ്പോൾ കുടകളും പേപ്പർ പെന്നുമാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നത്. 10-12 രോഗികൾ കുടകളും പേപ്പർ പെന്നും ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു വരുമാന മാർഗം, പുറത്ത് പോയി അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ട് ഇത് നമുക്ക് മേടിക്കുകയാണെങ്കിൽ കൂടുതൽ ഇവരെ സഹായിക്കാനായിട്ട്, അപ്പോൾ ഇത് കൂടുതൽ വിപണനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് കൂടുതൽ സഹായകമായിരിക്കും. 2-3-5 ഫോൾഡ് കുടകളും കാലൻ കുടകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. 320 രൂപ മുതൽ 550 രൂപ വരെയേ വില ഈടാക്കുന്നുള്ളൂവെങ്കിലും വൻകിട ബ്രാൻഡുകൾക്കിടയിൽ ഇവയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നില്ല. അന്തിക്കാട് മേഖലയിൽ കുട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 10ഓളം പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങളാണ് തങ്ങളുടെ കുടകൾക്ക് ആവശ്യക്കാരെ കാത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വാങ്ങിയ കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം EC മൊയ്തീൻ MLA നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ CV ലൈജു മോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് അംഗങ്ങളായ MC ഐജു, MK ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സമ്മാനിച്ച ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളെ ആദരിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, പ്രധാന അധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലെ നമ്മുടെ പ്രതിഭകൾക്കുള്ള കേരള നടനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീയ ശരത്, ശ്രീയയെ ശകന ചേലക്കര, തിരുവല്ലാമല, കുത്താമ്പുള്ളി, കൈത്തറി ഗ്രാമത്തിലെ ദേവാങ്കർ തൈപ്പൊങ്കൽ ആഘോഷിച്ചു. വീടുകളിൽ സ്ത്രീകൾ ഒരുക്കിയ പൊങ്കൽ തട്ടുകളിൽ വിത്തുകൾ മുളപ്പിച്ച് മേളത്തോടെ തെരുവ് പ്രദക്ഷിണം നടത്തി. കുലദൈവമായ ചാമുണ്ടേശ്വരിക്ക് സമർപ്പിച്ച ശേഷം പൊങ്കൽ തട്ടുകൾ നിളയിലൊഴുക്കി. വീടുകളിലെ ഐശ്വര്യവും സമൃദ്ധിയും കാംക്ഷിച്ചുള്ള ചടങ്ങിൽ സ്ത്രീകളാണ് മുഖ്യ പങ്കാളികൾ. വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വയോജന പാർക്ക് ആരംഭിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BG ദീപ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്തും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 100 പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത്. കാരണം ആഴ്ചയിൽ ഒരു ഉദ്ഘാടനം. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യകാല പത്രപ്രവർത്തകനായ മൂർക്കനാട് സേവ്യർ അനുസ്മരണം നടന്നു. ശക്തി സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് P ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ശക്തി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കിഴുത്താണി, PK ഭാരതൻ, ഡോക്ടർ CK രവി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കുന്നുകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷനായി. ചലച്ചിത്ര പ്രവർത്തകൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക MA നദീറ,
ഹൈസ്കൂൾ അധ്യാപിക AL ബീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ ലബീബ് ഹസൻ, SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, PTA വൈസ് പ്രസിഡന്റ് പ്രേംരാജൻ, MPT പ്രസിഡന്റ് റീത ഷാബു തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷയരോഗമുക്ത കേരളം ക്യാമ്പയിൻ ഉദ്ഘാടനം തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത് നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൽ നാസർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വൃന്ദവാദനത്തിൽ A ഗ്രേഡ് നേടിയ CS പൂജയെ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS അനുമോദിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് ബാബുവിന്റെ മകളാണ് പൂജ. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാള കാർമൽ കോളേജിൽ മൾട്ടിമീഡിയ വിഭാഗം സംഘടിപ്പിക്കുന്ന ദേശീയ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. മാള പ്രസ് ക്ലബ്, ചാലക്കുടി പ്രസ് ഫോറം, ക്ലബ് FM എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന മേള നടൻ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷയായി. മൾട്ടിമീഡിയ വിഭാഗം മേധാവി ജിസ്ന ജോൺസൺ, ക്ലബ് FM RJ പോൾസി, ഷാൻഡി ജോസഫ് തട്ടകത്ത്, ഭരിത പ്രതാപ് എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അരിമ്പൂരിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. റാലിയിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ ഭാഗമായി. നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും അരങ്ങേറി. കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ മഞ്ജുഷ വർഗീസ്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ BK ഉണ്ണികൃഷ്ണൻ, വാർഡംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ അർബൻ ബാങ്കിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PJ മാനുവൽ ഉദ്ഘാടനം ചെയ്തു. സർഫാസി എന്ന നിയമം റദ്ദു ചെയ്യണമെന്നും ദരിദ്രരായ ജനവിഭാഗങ്ങളോട് കിട്ടാക്കടം എഴുതിത്തള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PA കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ VC ജെന്നി, പ്രസാദ് ചേർപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. അവരെവിടേക്കാണ് പോകുക എന്നുള്ള കാര്യം നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായി തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പുകയില വിരുദ്ധ വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. 9 പ്രധാന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂളിനെ പുകയില വിമുക്ത വിദ്യാലയമാക്കി മാറ്റുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ പുകയില നിയന്ത്രണ ബോധവൽക്കരണ റാലി പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം വിമല നാരായണൻ അധ്യക്ഷയായി. സ്കൂൾ പ്രധാന അധ്യാപിക രാജി വേലൂർ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റൂസ്ലിൻ, ഹെൽത്ത് സൂപ്പർവൈസർ U വിശ്വനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. കല്ലമ്പാറ ശ്രീ പതികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചുവ മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കൽ പറ നടന്നു. പഞ്ചവാദ്യം, രൗദ്രം, കരിങ്കാളി എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള പൂരം എഴുന്നള്ളിപ്പ് നടന്നു. വിങ്ങടങ്ങ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വിങ്ങടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിങ്ങടങ്ങ് സാന്ത്വനം ചെയർമാൻ EK ഹംസ അധ്യക്ഷനായിരുന്നു. ജോൺസൺ ആൻഡ്രാണി, സജീവ് കഴുങ്കിൽ, ഡോക്ടർ സെയ്ദ് മുഹമ്മദ്, TT വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വെൺമേനാട് MA SM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റജീന MA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KK സുധ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KK സുലേഖ, മുഹമ്മദ് മുനീർ, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, വാർഡംഗം K ദ്രൗപതി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3348 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് സ്ഥാനം രാജിവെച്ചു. പാർട്ടിക്കുള്ളിൽ അവഗണനയെന്ന് ആരോപിച്ചാണ് CPM പ്രതിനിധിയായ ഷാജുവിന്റെ രാജി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കി. നടപടി TCV വാർത്തയെ തുടർന്ന്. 5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. അസം സ്വദേശി ജമാൽ ഹുസൈനാണ് പ്രതി. കൊലയ്ക്ക് കാരണം കുടുംബ വഴക്ക്. പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിൽ LDF അംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് റോഡുകൾ പൊളിച്ചത്. വിരമിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത കാലയളവിലെ ശമ്പളം പോലും ലഭിച്ചില്ല. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സമരത്തിനൊരുങ്ങി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.